സ്റ്റേറ്റ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ മഞ്ഞുമലും അല്ലെങ്കിൽ പ്രേമലൊക്കെ 100 കോടി ഇരിക്കുന്നു. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് ആയിട്ട് ഇപ്പോ സത്യം പറഞ്ഞാൽ പ്രഷറാണോ അതോ നല്ലതാണെങ്കിൽ സ്വീകരിക്കുന്ന കോൺഫിഡൻസ് ആണോ നിങ്ങളുടെ പ്രൊഡ്യൂസർ എന്ന രീതിയിൽ എങ്ങനെ? പ്രഷറില്ല. നമ്മൾ ജെന്യൂനായിട്ട് എഫേർട്ട് എടുക്കുന്നു. ആ എഫേർട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നു. നിങ്ങളാണ് ജഡ്ജ് ചെയ്യേണ്ടത്. പ്രേക്ഷകർ കണ്ട് ഇഷ്ടപ്പെടേണ്ട കാര്യമാണ്. നമ്മൾ ഒട്ടും മുൻവിധികളോടെ അല്ലെങ്കിൽ മുൻവിധികളുമായിട്ട് നിങ്ങൾ സംസാരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും നമുക്ക് അതൊരു മാജിക്കാണല്ലോ. സിനിമ എന്ന് പറയുന്നത് തിയേറ്ററിനുള്ളിൽ സംഭവിക്കുന്ന ഒരു മാജിക്കാണ്. യാതൊരുവിധ പ്രഡിക്ഷനും നമുക്ക് പറ്റാത്തൊരു കാര്യമാണ്. നമ്മൾ എടുക്കുന്ന എഫേർട്ട് വളരെ സിൻസിയർ ആയിരിക്കുക, നമ്മൾ എടുക്കുന്ന എഫേർട്ട് വളരെ ജെന്യൂൻ ആയിരിക്കുക എന്നുള്ളതിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അത് ഈ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. ബാക്കി പ്രേക്ഷകർ തീരുമാനിക്കുന്ന കാര്യമാണ്. പ്രഷർ എന്തായാലും ഇല്ല. അപ്പം നമുക്കങ്ങനെ സിനിമ വിജയിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. ഇപ്പം കഴിഞ്ഞ 6 മാസത്തിലേക്ക് ഇപ്പോൾ 5 മാസം കഴിയുന്നു. ഈ 5 മാസത്തിലേക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ സമ്മാനിച്ച ഇൻഡസ്ട്രിയാണ് മലയാളം, അല്ലേ? 5 സിനിമകൾ 6 സിനിമകളോട് 100 കോടി ക്ലബിൽ കയറി, 2 സിനിമ 200 കോടി ക്ലബിലേക്ക് എത്തി. അത് വലിയ നേട്ടം തന്നെയാണ് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ പ്രേക്ഷകരുടെ അകമഴിഞ്ഞ് സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. തിയേറ്ററിലേക്ക് വന്ന് സിനിമ കാണാനുള്ള പ്രേക്ഷകരുടെ ആ മനോഭാവം ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. അത് നമുക്ക് ഉറപ്പായിട്ട് സന്തോഷം തരുന്ന കാര്യമാണ്. സിനിമ നന്നായാൽ ഉറപ്പായും പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരും എന്ന അടിവരയിടുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് ഉറപ്പായിട്ടും 100% സന്തോഷം തരുന്ന കാര്യമാണ്. അല്ല, പേടിയില്ല. നമ്മളെ സിനിമ വിജയിക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ കൂടെ ഒരു സിനിമ ഇറങ്ങുന്നു, ആ സിനിമ വലിയ വിജയമാകുന്നു, ഉറപ്പായിട്ടും തിയേറ്ററിലേക്ക് പ്രേക്ഷകർ വരും, അല്ലേ? തിയേറ്ററിലേക്ക് പ്രേക്ഷകർ വരുന്ന സമയത്ത് സിനിമ ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഭയങ്കര ട്രൈ ആയിട്ട് തിയേറ്ററിലേക്ക് ആൾ വരാൻ സമയത്തുള്ള ഒരു സിനിമയില്ല എന്നാൽ നമ്മുടെ സിനിമ ഇറക്കാമെന്ന് പറയുന്നതിൽ കാര്യമില്ല. സിനിമ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും ആവേശത്തോടെ തിയേറ്ററിലേക്ക് പ്രേക്ഷകർ വരുമ്പോൾ ഒരു സിനിമ ഇറക്കുന്നത് തന്നെയാണ് സന്തോഷം. പിന്നെ നമുക്കൊക്കെ ഒരു സ്റ്റാർ നമ്മൾ അങ്ങനെ ഒരു ചിന്തയും നമ്മുടെ മനസ്സിൽ പോകുന്നില്ല. അദ്ദേഹത്തിന്റെ വലിയ സിനിമയാണ്, വലിയ ക്യാൻവാസിലുള്ള സിനിമയാണ്. അത്തരം സിനിമ കൊണ്ട് പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ സിനിമ വരുമ്പോൾ നമ്മളെയും സപ്പോർട്ട് ചെയ്യും പ്രേക്ഷകർ തന്നെയാണ് വിശ്വാസം.